തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ പ്രചരണ ചൂടിലാണ് മുന്നണികൾ. സംസ്ഥാന സർക്കാരിന്റെ വികസനം മുൻനിർത്തി LDF സ്ഥാനാർത്ഥികൾ വോട്ട് തേടുമ്പോൾ പ്രതിസന്ധിയിലാണ് UDF NDA മുന്നണികൾ. 75,644 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ പ്രചരണമാണ് സംസ്ഥാനത്ത്. 2 ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഇനി ശേഷിക്കുന്നത് ആഴ്ചകൾ മാത്രമാണ്. ഡിസംബർ 7-ന് പരസ്യപ്രചാരണം അവസാനിക്കുന്ന ജില്ലകളിൽ 8-ാം തീയതി നിശബ്ദ പ്രചരണമായിരിക്കും. 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളെത്തും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ 11-ാം തീയതിയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇതുവരെയും നടപ്പിലാക്കി വന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരുമെന്ന ഉറപ്പു നൽകിയാണ് LDF പ്രചരണം നടത്തുന്നത്. വിമത സ്ഥാനാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതുവരെയും UDFന് കഴിയാത്തത് മുന്നണിക്ക് പ്രധാന വെല്ലുവിളിയായി മാറുകയാണ്. ഇത് തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. NDAയിൽ എല്ലാ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞിട്ടില്ലെന്നത് മുന്നണിയിലും ജനങ്ങൾക്കിടയിലും അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്താകെ 75,644 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇവരിൽ 39,609 സ്ത്രീകളും 36,034 പുരുഷന്മാരും ഒരു ട്രാൻസ്ജെൻഡറുമാണുള്ളത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.